മമ്മൂക്ക ഒരു മികച്ച അഭിനേതാവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡയലക്ട്സ് നന്നായിട്ട് ലോക സിനിമയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് മമ്മൂക്കയാണ്. കാരണം മമ്മൂക്കയുടെ ഓരോ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിലും മമ്മൂട്ടി എന്ന ഒരു നടനെ നമുക്ക് കാണാൻ പറ്റില്ല, ആ കഥാപാത്രങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് സിനിമ എടുത്ത് നോക്കുകയാണെങ്കിലും എഴുപുന്നതരകൻ എടുക്കുകയാണെങ്കിൽ അത് വേറെ, അല്ലെങ്കിൽ സൂര്യമാനസം എടുക്കുകയാണെങ്കിൽ അതിൽ വേറെ. അപ്പോൾ ഭാഷാ പ്രയോഗം ഇത്രയും നന്നായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയുന്ന ഒരു നടൻ, അത് ഏറ്റവും നന്നായിട്ട് വേൾഡ് സിനിമയിൽ തന്നെ അത് മമ്മൂക്കയാണ്. പിന്നെ അതിലുപരി ഞാൻ കണ്ടതിൽ ഇത്രയും ഒരു നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ഇത്രയും ഒരു എനിക്കിതിന് എന്താ ഇതിന്റെ മേലെ പറയാന്നറിയില്ല, അത്രയും നല്ലൊരു മനുഷ്യൻ. നമുക്കടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിരിയാണി എപ്പോഴാണ് കഴിച്ചായിരുന്നോ? മമ്മൂക്ക എന്നും ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ മട്ടൻ കഴിച്ചത് മമ്മൂക്ക കൊണ്ടുവന്ന മട്ടൻ ബിരിയാണി കഴിച്ചിട്ടാ. അപ്പൊ ഞാനത് പറയുകയും ചെയ്തു. മമ്മൂക്ക മട്ടൻ ബിരിയാണി വിളമ്പി തന്നപ്പോൾ എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. ഞാൻ മട്ടൻ കഴിച്ചിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ അതുവരെ. അപ്പോൾ മമ്മൂക്ക തന്നപ്പോൾ എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഇനി ഇത് എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മൂക്കൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മട്ടൻ വാങ്ങി കഴിച്ചതെന്ന് എനിക്ക് ഓർക്കാമല്ലോ, ആ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ വാങ്ങി കഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യം മട്ടൻ ഇങ്ങനെ കഷ്ടപ്പെട്ടൊക്കെ കഴിച്ച്, ഈ മട്ടൻ ഒരു പച്ച ഒരു സ്മെല്ല് വരുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ കഴിക്കാതിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നുമില്ലായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ രഞ്ജി പണിക്കർ സാർ പറഞ്ഞു മമ്മൂക്കൻ്റെ അടുത്ത്, അതെ ഇവൾ ആദ്യമായിട്ട് മട്ടൻ കഴിക്കണമെന്ന്. അപ്പോൾ നമുക്ക് ആണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിക്കും മട്ടൻ കഴിക്കണം നല്ലതാ, പിന്നെ എന്നും കൊണ്ടുവരും. അടുത്താണ് ലാലേട്ടൻ. ലാലേട്ടനും ഈ പറഞ്ഞ പോലെ ഏറ്റവും ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ. നമ്മളിങ്ങനെ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ആക്ഷൻ പറയുമ്പോൾ പെട്ടെന്നാണ് അഭിനയിക്കണത്. നമ്മൾ ലാലേട്ട എന്നോടത് വേണ്ടായിരുന്നു, കാരണം ലാലേട്ടന് ഈസി ആയിട്ടൊക്കെ അഭിനയിക്കും. നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് സ്വാഭാവിക അഭിനയം അത് കാഴ്ചവെക്കാൻ ഈ പറഞ്ഞ പോലെ വേൾഡ് സിനിമയിൽ ആരുമില്ല. അത്രയും സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടർ. CBI 5 ഇത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷം ജഗതി ശ്രീകുമാർ അഭിനയിച്ചൊരു പടമാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു മെമ്മറി ഉണ്ടോ, അല്ലെങ്കിൽ പറയാൻ ഒരു കഥയുണ്ടോ? ഞാൻ കൂടെ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ആ സിനിമയിലെ ജഗദീഷ് സാറിനെ കാണിക്കുന്ന ആ ഒരു സീനിൽ ഞാൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് കൂടെ അഭിനയിക്കാൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയെന്ന് പറയാം. ഷൈൻ ടോം ചാക്കോ. ഷൈനും ഞാനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. വിശ്വാസം അതല്ല എല്ലാം എന്ന് പറഞ്ഞ സിനിമയില് ഷൈൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ഷൈൻ സംസാരിക്കും, ഡയലോഗൊക്കെ ഡെലിവറി ചെയ്യുമ്പോഴും നമുക്ക് അഭിനയിക്കായിരുന്നോ പെട്ടെന്ന് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും. അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇദ്ദേഹം ഇതിലെ ഡയലോഗ് പറയായിരുന്നു, ഡയറക്റ്റ് നമ്മുടെ അടുത്ത് വേറെന്തോ പറയാണെന്നാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുക. ഭയങ്കര നല്ലൊരു ആക്ടറാണ്. കാവ്യ ചേച്ചി ഭയങ്കര സ്വീറ്റാണ്. നമുക്ക് ശരിക്കും ചേച്ചി എന്ന് എപ്പോഴും വിളിക്കാൻ തോന്നുന്ന അങ്ങനെ ഒരാളാണ്.